ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നോക്കുന്നത് നമ്മൾ മാലയിലൊക്കെ കോർക്കാൻ ഉപയോഗിക്കുന്ന ബീഡ് ക്യാപ്പ് ആൻഡ് ബീഡ് സ്പേസേഴ്സിനെ പറ്റിയിട്ടാണ്. അതായത് ഇതാണ് ചക്കിരി, ബീഡ് സ്പേസറാണ് ഇതിന് പറയുക. അതായത് ഒരു മാല കോർക്കുമ്പോൾ നമ്മൾ മുത്തുകളുടെ ഇടയിൽ കോർക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ ചക്കിരി. ഈ മുത്തിൻ്റെ ഇടയിൽ ഒരു മുത്ത് ഒരു ചക്കിരി അങ്ങനെയാണ് കോർക്കുക. ഇത് ചക്കിരി മാത്രം കുറച്ച് യൂസ് ചെയ്തിട്ട് ഒരു പുതിയൊരു ഡിസൈൻ പോലെ ചെയ്തെടുത്തൊരു മാലയാണിത്. ഇത് കംപ്ലീറ്റ് ചക്കിരിയാണ്. നമ്മൾ ഇങ്ങനെ ചക്കിരി ഇതൊരു ഡിസൈനായിട്ട് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഈ ചക്കിരി യൂസ് ചെയ്യുന്നത് ഒരു മുത്ത് കോർത്ത പിന്നെ ഒരു ചക്കിരി പിന്നെ ഒരു മുത്ത് ഒരു ചക്കിരി ആ ഒരു ഓർഡറിലാണ്. ഇതാണ് റൈൻസ്റ്റോൺസ്, അതായത് ചക്കിരിയെ പോലെ തന്നെയുള്ള ചക്കിരി എന്ന് പറയും, പിന്നെ ബീഡ് സ്പേസർ എന്ന് തന്നെ പറയാം. അത് ഏത് സാധനമാണെങ്കിലും മുത്തുകളുടെ ഇടയിൽ കോർക്കുന്ന സാധനത്തിന് എല്ലാം നമ്മൾ ബീഡ് സ്പേസേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ ഇതെല്ലാം ആ ഒരു ടൈപ്പ് സ്പേസേഴ്സാണ്. ഇത് ബീഡ് ക്യാപ്പും നടുവിലൊരു റൈൻസ്റ്റോണും വരുന്നത്, അത് ജോയിൻ്റ് ആയിട്ട് വരുന്ന ഒരു പീസാണ്. നമ്മൾ കമ്മലിനും മാലകൾക്കെല്ലാം ഇത് യൂസ് ചെയ്യാം. ഇതാകുമ്പോൾ രണ്ട് സൈഡിലും നമുക്ക് ഓരോ മുത്ത് കോർത്താൽ അത് മുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിരുന്ന് നല്ല ഫില്ലായിട്ടിരിക്കും, നല്ല ഭംഗിയായിരിക്കും. ഇതെല്ലാം ബീഡ് ക്യാപ്പുകളാണ്. അതായത് ഒരു മുത്ത് കോർത്ത അതിൻ്റെ രണ്ട് സൈഡിൽ തന്നെയാണ് കോർക്കുന്നത്, പക്ഷേ മുത്തിനോട് ചേർന്നിരിക്കും. ആ ഡയറക്ഷൻ കണ്ടോ, അങ്ങനെ മുത്തിനോട് ഒട്ടിയിരിക്കുന്ന ടൈപ്പ് ഒരു ബീഡ് ക്യാപ്പാണ്. അത് യൂസ് ചെയ്തിട്ടുള്ളൊരു കമ്മലാണിത്. ഇതെല്ലാം ചെയ്തതിൻ്റെ വീഡിയോസ് നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് വേറൊരു ടൈപ്പ് ബീഡ് ക്യാപ്പാണ്. ഇത് നമ്മൾ മുത്തിൻ്റെ രണ്ട് ഭാഗത്തും കോർക്കാൻ ഉപയോഗിക്കുന്നു. കുറേ ടൈപ്സ് ഉണ്ട്, ഞാൻ ഇവിടെ 2-3 ടൈപ്സേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ള ഒരു കമ്മലാണിത്. നമുക്ക് രണ്ട് സൈഡിലും കോർക്കാം, അല്ലെങ്കിൽ ഇതിൽ ഞാൻ ഈ കമ്മലിലും ഒരു സൈഡിൽ മാത്രമാണ് ഈ ബീഡ് ക്യാപ്പ് കോർത്തിരിക്കുന്നത്. ഇത് വേറെ ടൈപ്പ് ഒരു ബീഡ് ക്യാപ്പാണ്. ഈ ബീഡ് ക്യാപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു കമ്മൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം 10 രൂപയൊക്കെ ആയിരിക്കും ഒരു പാക്കറ്റിന്. പാക്കറ്റിൽ 20-30 ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ബീഡ് ക്യാപ്പ് ഉപയോഗിച്ചിട്ടുള്ള കമ്മൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനാവശ്യമുള്ളത് 6 ബീഡ് ക്യാപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ 3 ക്രിസ്റ്റൽസ്, 3 ഐപ്പിൻസ്, ഒരു ഇയർ ഹുക്ക്. ഇത്രയും ആണ് നമ്മൾ ഒരു കമ്മലിൽ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. പിന്നെ പ്ലെയർ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റിന് ഐപ്പിൻ എടുക്കാം. ഐപ്പിൻ എടുത്ത ശേഷം അതിലോട്ട് ഒരു ബീഡ് ക്യാപ്പ് കോർക്കാം. അത് കോർത്ത് കഴിഞ്ഞാൽ ഒരു ക്രിസ്റ്റൽ കോർക്കാം. ക്രിസ്റ്റലിന് പകരം നമുക്ക് സാധാരണ മുത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ മുത്താണെങ്കിലും ഭംഗി ഉണ്ടാവും. അപ്പോൾ അതിന് വീണ്ടും ഒരു ബീഡ് ക്യാപ്പ് കോർക്കാം. അപ്പോൾ ഇത് രണ്ടും ജോയിൻ്റായി ഇരിക്കുമ്പോൾ ക്രിസ്റ്റൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് നമുക്ക് ശരിക്കും കാണില്ല, പക്ഷേ ലൈറ്റൊക്കെ അടിക്കുന്ന സമയത്ത് നല്ലൊരു ഷൈനിങ് ഉണ്ടാവും. അതുപോലെ തന്നെ വേറെ കളർ മുത്തുകളാണെങ്കിലും ആ കളർ നമുക്ക് വെളിയിൽ നിന്ന് അറിയും. ഇത് ക്രിസ്റ്റൽ ആയതുകൊണ്ട് കളർ അറിയുന്നില്ല, പക്ഷെ എന്നാലും ഇടുന്ന സമയത്ത് ആ ലൈറ്റിലൊക്കെ കാണിക്കുന്ന സമയത്ത് നല്ല ഷൈനിങ് ഉണ്ട്. അതിനുശേഷം നമുക്കൊരു ലൂപ്പ് ഉണ്ടാക്കണം. നമ്മൾ സാധാരണ പ്ലെയർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് സൈഡിലോട്ടൊന്ന് ബെൻഡ് ചെയ്യുക, അതിനുശേഷം തിരിച്ച് ചെറിയൊരു ലൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഈ 3 ക്രിസ്റ്റൽ നമ്മൾ ഈ ക്യാപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3ഉം കൂടി നമ്മളിനി ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ അതിന് ഏറ്റവും താഴെ കോർക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളർ ബീഡ് ഐപ്പിനിൽ കോർത്ത് ചെറിയൊരു ലൂപ്പ് ഉണ്ടാക്കി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഒരു പീസ് എടുക്കുക, അതിൻ്റെ ലൂപ്പ് ജസ്റ്റ് സൈഡിലോട്ടൊന്ന് അകത്തിയിട്ട് ഈ മുത്ത് കോർക്കാം. ഏറ്റവും താഴെ വരുന്നതാണ് ഈ മുത്ത് കോർക്കുന്നത്. ഇനി മുത്ത് കോർക്കണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന പിന്ന് മാത്രം ഐപ്പിനിന് പകരം ഹെഡ് പിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ താഴെ നമുക്ക് മുത്ത് കോർക്കാതെ ഇതിങ്ങനെ 3 മാത്രം കോർത്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം എല്ലാം ഒരേപോലെ തന്നെ അതിൽ ലൂപ്പ് അകത്ത്, അതിനുശേഷം നെക്സ്റ്റ് പീസ് എടുത്തിട്ട് അതിലോട്ട് കോർക്കാം. വീണ്ടും ഈ ലൂപ്പ് ക്ലോസ് ചെയ്യുക. ഇതുപോലെ 3 പീസും കോർക്കുക. അതിനുശേഷം നമുക്ക് ഇയർ ഹുക്കും അതിലോട്ട് ഇതേപോലെ കോർക്കാം. അപ്പോൾ നമ്മുടെ കമ്മൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കമ്മലാണ്. വളരെ ചീപ്പാണ്, ഐറ്റംസിനെല്ലാം വില കുറവാണ്, ഒരുപാട് വിലയുള്ള മെറ്റീരിയൽസ് ഒന്നും അല്ല. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ്. അപ്പോൾ ഈ ബീഡ് ക്യാപ്സ് ഉപയോഗിച്ചിട്ട് നിറയെ ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാം ഞാൻ ഓരോ വീഡിയോയിലായിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, വീഡിയോ എല്ലാം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോസ് എല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി ഡിസൈനായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.